So, my dear students, good morning. Today we'll be discussing about understanding the market and audience. നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലേ വി ഷുഡ് നോ വാട്ട് ഈസ് ദ മാർക്കറ്റ് ആൻഡ് ഹൂ ആർ ആർ ഓഡിയൻസ് ഓർ ഹൂ ആർ യുവർ കൺസ്യൂമേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ അല്ലേ ലോജിക്കലി യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ കാര്യങ്ങൾ ചിന്തിക്കാതെ നമുക്കൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനോ പറ്റും അല്ലേ? വിതൗട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓർ വിതൗട്ട് ഗെറ്റിംഗ് sufficient or required amount of customers, you cannot run a business or you cannot have a business. The key aspect in any business is your customer or your consumer. ഈ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഒരു മീഡിയ ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വിച്ച് എവർ ഇൻഡസ്ട്രി യു ആർ, പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്തൊരു കമ്പനിയാണ് നമ്മളെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അത് നശിക്കും. നമ്മുടെ എയർ ഇന്ത്യയൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ് അല്ലേ? കാരണം എന്തുമാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പബ്ലിക് സെക്ടറിലുണ്ടായിരുന്ന ഒരു സർവീസായിരുന്നു നമ്മുടെ എയർ ഇന്ത്യ. പക്ഷേ എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ലെ? എയർ ഇന്ത്യനെ കുറിച്ച് നിങ്ങൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര എന്താണ് ഒരു പ്രോപ്പറല്ല അവരുടെ സർവീസ് എന്ന് അല്ലേ? ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തുമാത്രം മോശമായിട്ടാണ് അവരുടെ ഓഡിയൻസ്, അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ട്രാവലേഴ്സിന് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പല എക്സ്പീരിയൻസ് വായിച്ചിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പം കാരണം അത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല, അവരുടെ മാനേജ്മെൻറ്റിന് സാധിക്കുന്നില്ല. അതിൻ്റെ റീസൺസ് പലതായിരിക്കില്ല. ഓക്കെ, ലെറ്റ്സ് നോട്ട് വെഞ്ചർ ഇൻ ടു ദാറ്റ്, ബട്ട് ആസ് എൻ എക്സാമ്പിൾ വെൻ വി തിങ്ക് അബൌട്ട് ഇറ്റ്, when you think about a market or its audience, ഇവരെക്കുറിച്ച് എന്താ പറയുക, ഒരു ബിസിനസ്സിന് നമ്മൾ വെൻ യു പ്ലാൻ ഫോർ എ ബിസിനസ് ഓർ വെൻ യു റൺ എ ബിസിനസ് യു ഷുഡ് ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓൺ യുവർ മാർക്കറ്റ് ആൻഡ് യുവർ ഓഡിയൻസ്. ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ എയർ ഇന്ത്യ ദേ മസ്റ്റ് ബി തിങ്കിങ് അബൌട്ട് ദിയർ മാർക്കറ്റ്. അവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എയർലൈൻസ് ഉണ്ടാവും, വിത്തിൻ ഇന്ത്യ ഇറ്റ്സെൽഫ് നമ്മുടെ ഡൊമസ്റ്റിക് എയർലൈൻസുകൾ ഉണ്ടാവും. അപ്പോൾ അവരെങ്ങനെയാണ് സർവീസ് കൊടുക്കുന്നത്? ഹൗ ക്യാൻ വി ഇംപ്രൊവൈസ്? സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മാർക്കറ്റ് ആൻഡ് ദെയർ ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പാസഞ്ചേഴ്സ്, അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഫോർ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ട്രാവൽ. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അവർ ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും അതിൽ ഫ്ലോപ്പുകൾ ഉണ്ടാവും, അതുപോലെ ബിസിനസ്സിൽ വലിയ നഷ്ടം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് വി നീഡ് ടു ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ മാർക്കറ്റ് ആസ് വെൽ ആസ് യുവർ ഓഡിയൻസ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ഇതാണ് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ എ ബിസിനസ്. യു ഷുഡ് ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓൺ യുവർ മാർക്കറ്റ്. ഇപ്പോൾ മീഡിയ ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ് എവിടെയാണ് സെല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ആരാണ് ഇത് കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമയാണെങ്കിൽ ഇത് ആരെ ടാർഗറ്റ് ചെയ്തതാണ്? കുടുംബ പ്രേക്ഷകരെയാണോ അതല്ലെങ്കിൽ യുവാക്കളെയാണോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യുവർ മാർക്കറ്റ് അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു സർവീസ് അല്ലെ, ഒരു റേഡിയോ പ്രോഗ്രാമാണ്. അപ്പോൾ എവിടെയാണ് നമ്മളിത് സെല്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് കൺസ്യൂമേഴ്സിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് ചാനലൈസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇൻ എ ബിസിനസ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ഇൻഡസ്ട്രി ആൻഡ് ദ മാർക്കറ്റ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇൻ എനി ബിസിനസ്. ഓക്കെ, ആൻഡ് ദെൻ യു മസ്റ്റ് ബി തറോ വിത്ത് യുവർ കോമ്പറ്റീഷൻസ്. ഈ ഒരു ഫീൽഡിൽ ആരൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് മീഡിയ നോക്കുകയാണ്, നമ്മളൊരു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൂ ആർ ദ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മനോരമ, മാതൃഭൂമി, മാധ്യമം അല്ലേ, നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സോ കോൾഡ് ടോപ്പ് എൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ടെലിവിഷൻ ചാനലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ 24 ന്യൂസ് വന്നു, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, മനോരമ ന്യൂസ് ഉണ്ട്, മാതൃഭൂമി ന്യൂസ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓൾസോ ദെയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഹൗ ദേ ആർ പെനിട്രേറ്റിംഗ് ടു ദിയർ ഓഡിയൻസ്.
ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഈ 24 ന്യൂസ് വന്നേ പിന്നെ എല്ലാ ചാനലും എന്താണ് ഒത്തിരി അഡ്വാൻസ് ചെയ്യാൻ നോക്കുകയാണ് അവരെ പോലെ. കാരണം അവർ ശരിക്കും മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം എന്തുമാത്രം ചേഞ്ചസ് ആണ് വന്നതല്ലേ. കാരണം അവർ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ദേ മേക്ക് എ ഡിഫറൻസ്. അതാണ് അത് എന്തുമാത്രം ജനങ്ങൾക്ക് അപ്പീലിംഗ് ആണ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് റിസോഴ്സ്ഫുൾ ആണ് എന്നുള്ളതിനേക്കാൾ ഉപരി വാട്ട് എവർ ദേ ഡു ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. അവരുടെ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഒരു റിപ്പോർട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ ഇലക്ഷൻ സമയത്ത് ഓരോ ചാനലുകളിലൊക്കെ റിപ്പോർട്ടിംഗ് വരുന്ന ഇന്നയാൾ ഇത്ര വോട്ടിന് ലീഡ് ചെയ്യുന്നു, ഇന്നയാൾ ഇത്ര വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ടിപ്പിക്കൽ ഇൻഫർമേഷൻ മാത്രം തന്നു പോകുന്ന ഒരു സ്റ്റൈല് 24 വന്നതിന് ശേഷം മാറി. 24-ലെ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കാരണം ആൾക്കാർ ചിരിച്ചിരിച്ചൊരു വഴിക്കാവും. കാരണം ഇവർ പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്ക് ഇവരെന്തെങ്കിലും ഇവരുടെ കോൺവെർസേഷനൊക്കെ ഇങ്ങനെ കൂട്ടിവിട്ട്. കാരണം ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ ആളുകൾ ടി വിയുടെ മുൻപിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പെപ് ടോക്സ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി പീപ്പിൾ വിൽ ഫീൽ എ ഡിഫറൻസ് ഇൻ ദാറ്റ്. മനസ്സിലായില്ലേ? ഒരു മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു, ദേ ഇംപ്ലിമെൻറ്റ് ദെയർ പ്ലാൻസ്. അല്ലെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗ് ഷോ വിത്ത് ശ്രീകണ്ഠൻ നായർ, ഇത്രയും കാലം ഗുഡ് മോർണിംഗ് ഷോ പല ചാനലുകളിലും ഉണ്ടായിരുന്നു അല്ലേ, ന്യൂസിൻ്റെ. അവരെങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അവർ രണ്ടുപേരിക്കും. കാരണം നമുക്കൊരു ഫീൽ ഗുഡ് ഒരു ആംബിയൻസ് ആയിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത്. രാവിലെ എണീക്കുമ്പം കൃത്യമായിട്ട് വാർത്തകൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല സുപ്രഭാതം പരിപാടിയിൽ നല്ല മ്യൂസീഷ്യൻസ് വന്നിരുന്ന പാട്ട് പാടുക, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ശ്രീകണ്ഠൻ നായർ വന്നപ്പോൾ അതേപോലെ തന്നെ കാര്യങ്ങൾ അതേപോലെയൊക്കെ തന്നെ, പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാൻ ശ്രമിച്ചു. ആളുകളിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ലൈവ് കമൻറ്റ്സ് എടുത്ത് വായിക്കാൻ തുടങ്ങി, അതിന് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള കണ്ടൻറ്റ് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ദറ്റ്സ് ഹൗ യു ഷുഡ് ബി തറോ വിത്ത് യുവർ മാർക്കറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ കഴിയും. കാരണം മാർക്കറ്റിൽ വന്ന് വിത്തിൻ നോ ടൈം 24 ന്യൂസ് റേറ്റിങ്ങിന് മുകളിലേക്ക് കയറി. സോ ദാറ്റ് ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി, ആൻഡ് ബിക്കോസ് ദേ ബെറ്റർ അണ്ടർസ്റ്റുഡ് ദ മാർക്കറ്റ്. I think with that you got a clear cut understanding on this. And now the next thing is you must know the opportunities for growth. ഈ ബിസിനസ് റൺ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ആസ്പെക്റ്റ് ഈസ് ദ ഓഡിയൻസ്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ ലിസ്ണേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സ്. മീഡിയ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് റൺ ചെയ്യുമ്പം അതിൻ്റെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരു ഷോപ്പിംഗ് മാളോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബയേഴ്സ്, ഇവരെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് യു മസ്റ്റ് ബി തറോ വിത്ത് യുവർ ഓഡിയൻസ്. Okay, let's think about let's go much further into understanding the audience. Understanding the market is through understanding your audience. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ശ്രീകണ്ഠൻ നായരുടെ ഗുഡ് മോർണിംഗ് ഷോ ഉണ്ടല്ലോ, ആ ഒരു ഷോ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് they did a market strategy, or they did a market analysis on this, and then they finally came to implement that strategy or that show. മനസ്സിലായി? ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കുമെന്ന് they had a clear cut understanding on that. Then only they implemented that show. മനസ്സിലായില്ലേ? ആ ഓഡിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, വാട്ട് ഈസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്, ഓർ വാട്ട് ഈസ് ദെയർ അക്സെപ്റ്റൻസ് ലെവൽ ഫോർ എ പ്രോഗ്രാം, ഓർ റിജക്ഷൻ ലെവൽ ഫോർ എ പ്രോഗ്രാം. അത് എന്ത് ചെയ്യുകയാണ്, അതവർ മനസ്സിലാക്കിയിട്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓർ 100 ന്യൂസ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ 24 ന്യൂസ് കാണുന്നവരാണെങ്കിൽ 100 ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. അതൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ന്യൂസ് ഷോകളാണ്. മനസ്സിലായില്ലേ? അത് ആളുകൾ, കാരണം ഇത്രയും ലെങ്തി ആയിട്ട് ആളുകൾ വാർത്ത കേൾക്കുന്നതിനേക്കാൾ ഉപരി ഒരു അരമണിക്കൂറിൽ 100 വാർത്തകൾ, ഓർ ഹൗ ഇഫക്റ്റീവ് ഇറ്റ് ഈസ്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും യു ഷുഡ് നോ യുവർ ഓഡിയൻസ്. കാരണം പണ്ടത്തെ പോലെ എല്ലാ ആളുകൾക്ക് ഇരുന്ന് ടി വി കാണാനോ വാർത്ത കേൾക്കാനുള്ള സമയമില്ല. എല്ലാം ഒരു ഫാസ്റ്റ് പേസ്ഡ് ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഓരോ സെക്കൻഡ്, ഈച്ച് സെക്കൻഡ് കൗണ്ട്സ്, ഓർ ഈച്ച് മൊമെൻറ്റ് കൗണ്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരുടെയും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനുള്ളിൽ 100 വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നു. സി ഹൗ ഇഫക്റ്റീവ് ഇറ്റ് ഈസ്. അതാണ് പറയുന്നത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ഈസ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് യുവർ ഓഡിയൻസ്. അതുപോലെ തന്നെ ദെയർ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ നമ്മളുടെ വായനക്കാരുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ്സാണ്, ന്യൂസ് ബിസിനസ്സല്ല, വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സാണ്, ഒരു
എന്താ പറയുക, ഒരു കാർ ഷോറൂമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വാഹനത്തിൽ നമ്മൾ ടാറ്റയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അംബാനിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് മാഗ്നറ്റാണ് നമ്മളെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. അവരുടെ KYC എന്താണ്, നോ യുവർ കസ്റ്റമർ എന്ന് പറയത്തില്ലേ, അതുപോലെ അവരുടെ നമ്മളുടെ KYC, നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് അവരുടെ ഏജ്, അതാണ് ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ്, ജെൻഡർ, മരിറ്റൽ സ്റ്റാറ്റസ് എറ്റ്സെട്ര. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക, സ്വാഭാവികമായിട്ട് നമ്മുടെ ബിസിനസ് കൂടുതൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം കുടുംബ പ്രേക്ഷകർ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഈവനിങ് പ്രോഗ്രാംസ് ഒക്കെ ജനറലി ദേ ഡിസൈൻ ഇറ്റ് ഫോർ ഫാമിലി വ്യൂവേഴ്സ് അല്ലേ. കാരണം പ്രൈം ടൈമാണ്, കൂടുതൽ ഫാമിലി ഒരുമിച്ചിരുന്ന് TV കാണുന്ന ഒരു സമയമാണ് ഇല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഡെമോഗ്രാഫിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ താഴെ എക്സാമ്പിൾ ഒരു ഇത് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഹോം അപ്ലയൻസസ് ഡ്യൂറിങ് പ്രൈം ടൈം. നമ്മൾ ഇപ്പം ഒരു എന്താണ് പ്രൈം ടൈം സമയത്ത് നമ്മൾ TV വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും സീരിയൽസ് വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ന്യൂസിൻ്റെ ഇടയിൽ കൂടെ പോലും വരുന്ന പരസ്യങ്ങൾ മിക്കതും ഹോം അപ്ലയൻസസിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സിൻ്റെയോ സർവീസസിൻ്റെയോ പരസ്യങ്ങളായിരിക്കും സാധാരണഗതിയിൽ എവിടെ വരിക, പ്രൈം ടൈമിൽ വരിക. സോ ദാറ്റ് ഈസ് അഗെയിൻ ആ സമയത്ത് ആരാണ് TV കാണുന്നതെന്ന് കൃത്യമായ ഒരു സ്റ്റഡി നടത്തിയത് കൊണ്ടാണ് അവർ ആ സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ല. അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളുടെ ഇടയ്ക്ക് കുട്ടികളുടെ പ്രോഡക്ട്സിൻ്റെ പരസ്യങ്ങൾ വരിക. മനസ്സിലായി. അഗെയിൻ ഇറ്റ്സ് എ സ്ട്രാറ്റജി. ഓക്കെ. അതുപോലെ എന്താ പറയുക, ഏർലി മോർണിംഗ് വരുന്ന പരസ്യങ്ങളാണെങ്കിലും അത് കാണുന്ന അതായത് രാവിലെ ഇരുന്ന് വാർത്ത കാണുന്ന കുടുംബ പ്രേക്ഷകരായിരിക്കും അധികം അല്ലേ, വീടുകളിൽ TV വയ്ക്കുക. അപ്പോൾ ആ സമയത്ത് വരുന്ന പ്രോഗ്രാമുകളിൽ വരുന്ന പരസ്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും. സോ ദാറ്റ് ഈസ് അഗെയിൻ ആഫ്റ്റർ നോയിങ് യുവർ കസ്റ്റമേഴ്സ് ഡെമോഗ്രാഫിക്സ്, അവർ ഏത് തരത്തിലുള്ള ആളുകളാണ് അത് കാണുക ഇല്ലേ. അതാണ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ആക്ച്വലി ദാറ്റ് ഹാസ് എ ഡിഫറൻസ്. മനസ്സിലായില്ലേ. അതൊരു ഡിഫറൻസ് ഉണ്ടാവും. മനസ്സിലായി. അതൊരു ഹോം അപ്ലയൻസസിൻ്റെ പരസ്യം എന്താ പറയുക, ഒരു നട്ടുച്ചയ്ക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണും. അത് കാണുന്നത് ചിലപ്പോൾ വേറെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും ഉച്ചയ്ക്ക് ചിലപ്പോൾ ടെലിവിഷൻ കാണുക. മനസ്സിലായില്ലേ. അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് അവർ പ്രൈം ടൈം തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ സോഷ്യൽ മീഡിയ, ദാറ്റ് ഇസ് എഗെയിൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്, നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു നല്ല ചെരുപ്പ് വാങ്ങണം. ഓക്കെ, യു നീഡ് ടു ഗോ ഫോർ എ സ്ലിപ്പേഴ്സ്. അപ്പോൾ ഏത് സ്ലിപ്പേഴ്സ് ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പം നമ്മൾ ആ സ്ലിപ്പേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിൽ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് വാങ്ങണോ വേണ്ടയോ എന്ന് പോലും നമ്മൾ തീരുമാനിക്കുന്നില്ല, നമ്മളത് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഐ ലുക്ക് ഇൻ ടു ഇറ്റ് ലേറ്റർ. ബട്ട് ആഫ്റ്റർ സം ടൈം വെൻ യു ഓപ്പൺ യുവർ സോഷ്യൽ മീഡിയ യു ആർ ഗെറ്റിംഗ് ദാറ്റ്. എഗെയിൻ ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ചെയ്യുന്ന എല്ലാം, നമ്മുടെ കുക്കീസൊക്കെ എന്താണ്, നമ്മുടെ പേഴ്സണൽ ഡേറ്റയെല്ലാം ഓൾറെഡി മിക്ക കമ്പനികളുടെ സെർവറിൽ സ്റ്റോർ ആയിട്ടുണ്ട്, നമ്മുടെ പ്രിഫറൻസസ് എല്ലാം. മനസ്സിലായില്ലേ. സോ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് എൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ യുവർ സോഷ്യൽ മീഡിയ. നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ കൂടിയും സിമിലർ പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും നമുക്ക് സജഷൻസ് വരിക. മനസ്സിലായി. സോ ദാറ്റ്സ് അബൌട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. മനസ്സിലായി. അതായത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, നമുക്ക് പരസ്യങ്ങൾ ഇട്ട് തരുന്നു. എഗെയിൻ നമ്മളൊരു പ്രൈവസി കൺസേൺ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കാരണം ഹൗ സേഫ് യു ആർ ഓൺലൈൻ. മനസ്സിലായില്ലേ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പോലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്താ പറയുക, വയനാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴിക്കോട്ടേക്ക് പോകുന്നു, എവിടെന്നെങ്കിലും ഒരു യാത്ര ചെയ്യുന്നു, കാറിൽ യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പിന്നിൽ വരുന്ന ഒരാൾ ഉപയോഗിച്ചിരിക്കുന്ന ഗൂഗിൾ മാപ്പിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ നമ്മുടെ ഫോണിലെ ഡാറ്റയാണ് ഉപയോഗിക്കുക, നമ്മളുടെ ലൊക്കേഷനാണ് അവർ ഉപയോഗിക്കുക. മനസ്സിലായോ. സോ വേറെവർ യു ഗോ യു ആർ ബീങ് മോണിറ്റേർഡ് ബൈ സമ്മൺ. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഡിവൈസിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അഗെയിൻ നമ്മൾ എന്താ പറയുക പറഞ്ഞു വന്നത്, കസ്റ്റമൈസ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ. ഇത് അഗെയിൻ കസ്റ്റമേഴ്സിൻ്റെ ഡെമോഗ്രാഫിക്സ് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ പരസ്യങ്ങൾ നമുക്ക്
തരിക. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെരുപ്പ് വാങ്ങുന്ന കാര്യം പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ നോക്കുക, നമ്മളിപ്പം ഒരു ചെരുപ്പിനെ കുറിച്ച് ഒരു 3-4 സ്ഥലത്ത് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ മിക്കവാറും ഒന്നെങ്കിൽ നിങ്ങൾ നോക്കിയ ആ ഒരു കമ്പനിയുടേതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കുറേ നേരത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആ ചെരുപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ഫുട്വെയർ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതാണ് ആ ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രിഫറൻസ് എല്ലാം ബിസിനസ് മാഗ്നറ്റ്സ് മനസ്സിലാക്കിയെടുക്കുന്നതിൻ്റെ ഒരു രഹസ്യം. സോ യു ആർ നോട്ട് സേഫ്, ഓർ വി ആർ നോട്ട്, നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇനി മുൻകാലങ്ങളിലേക്കൊന്നുമില്ല. കാരണം നമ്മൾ എന്ത് വാങ്ങണം, എന്ത് തീരുമാനിക്കണം എന്നൊക്കെ ഇറ്റ്സ് സിൻഡിക്കേറ്റഡ്, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ സമ്മൺ എൽസ്. നമുക്ക് വരുന്ന പ്രിഫറൻസസ്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം നമ്മളിലേക്ക് വരുന്ന, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. മനസ്സിലായില്ലേ? അതായത് മാസ് ഡിസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു ആസ്പെക്റ്റൊക്കെ ഓക്കെ. സോ നൗ നമ്മൾ പറഞ്ഞു വന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡെമോഗ്രാഫിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് ക്വിക്കായിട്ട് പോവാം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ്. ദർ ആർ 6 മീൻസ് ടു നോ യുവർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനുള്ള 6 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സിൻഡിക്കേറ്റഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളിപ്പം അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗെറ്റ് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ മാർക്കറ്റ് നമുക്ക് കിട്ടുന്നു. ഈ എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, എന്താണ് അവരുടെ ഡെമോഗ്രാഫിക്സ്, എന്താണ് അവരുടെ പ്രിഫറൻസസ്, അവരുടെ ആക്ടിവിറ്റി ഡേറ്റ എന്താണ്, എത്ര നേരം അവരെന്തെല്ലാം വീഡിയോകൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടൻറ്റ് കാണുന്നു, എന്തെല്ലാം പ്രോഡക്റ്റ്സ് വാങ്ങുന്നു, ഹൗ ഓഫൺ ദേ ബൈ ദ പ്രോഡക്റ്റ്, ഹൗ ഓഫൺ ദേ ടേക്ക് ദ സർവീസ്. മനസ്സിലായില്ലേ? അതുപോലെ അവരുടെ ഒരു വാട്ട് ഈസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രോഡക്റ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, യു ക്യാൻ ഹാവ് എ മാർക്കറ്റ് റിസർച്ച്. ദെൻ ഐഡൻറ്റിഫൈ 5 Ws and 1 H. നമ്മൾ ഈ പ്രിൻറ്റിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ജേർണലിസ്റ്റിൻ്റെ ക്വാളിറ്റി പറയുന്ന പോലെ തന്നെ ഈ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനും you should have this 5 Ws and 1 H. Who is the customer? What does the customer want to buy? When does the customer want to buy? Where does the customer want to buy? And how does the customer pay? What price is the customer willing to pay? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള 5 Ws and 1 H. Then identify important consumer segments like their demographics or lifestyles. അത് കൺസ്യൂമർ സെഗ്മെൻറ്റ്സ് എന്താ ഞാൻ പറഞ്ഞു, ഡെമോഗ്രാഫിക്സ് ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. അവരുടെ ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റാറ്റസ് ഓർ പ്ലേസ് ഓഫ് ലിവിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി സഹായിക്കും. ദെൻ ഇവാലുവേറ്റ് കൺസ്യൂമർ മോട്ടിവേഷൻ. വാട്ട് മോട്ടിവേറ്റ് ദ കസ്റ്റമർ ടു ബൈ എ സർവീസ് ഓർ എ ഗുഡ്. ഓക്കെ, അതിന് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക, അത് കസ്റ്റമറിൻ്റെ മോട്ടിവേഷൻ എന്താണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഐ ഷിഫ്റ്റഡ് ഫ്രം എ സിറ്റി ടു ആ പ്ലേസ്. ഓക്കെ, ആ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡിപ്പെൻഡഡ് ഓൺ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. ഒരു കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തു. അവരാണ് എനിക്ക് അവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചു തന്നത്. ഓക്കെ, ഐ ചോസ് ദാറ്റ് കമ്പനി ബിക്കോസ് ഓഫ് ദ കസ്റ്റമർ റേറ്റിംഗ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ഗൂഗിൾ. ആ കമ്പനിയെക്കുറിച്ച്, ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ്, ഈ മുൻപുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ചെയ്ത് റിവ്യൂസ് വായിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ ഈ കമ്പനിയെ ചൂസ് ചെയ്തത്. ദർ വെർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇതിനെക്കാട്ടിലും കുറഞ്ഞ റേറ്റിൽ പാക്കേജ് അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മുടെ ഗുഡ്സ് മൂവ് ചെയ്ത് എത്തിച്ചേരുന്ന കമ്പനികളുണ്ടായിരുന്നു. ഇതിൻ്റെ പകുതി പ്രൈസിനുണ്ടായിരുന്നു. ബട്ട് ഐ ഓൾവേസ് വെൻ ഫോർ ദ കസ്റ്റമർ റേറ്റിംഗ് ആസ് വെൽ ആസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അത് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓൾസോ ഐ ടുക്ക് ദ ഒപ്പീനിയൻ ഫ്രം അതർ പീപ്പിൾ. സോ ഒബ്വിയസ്ലി ഇപ്പോൾ അതാണ് എൻ്റെ കാര്യമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ അബൌട്ട് അതർ കൺസ്യൂമേഴ്സ്. വാട്ട് ഈസ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ റിവ്യൂ ആയിരുന്നെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നോട്ട് ഇൻ ഗൂഗിൾ, ഇൻ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് ഓർ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഓൾവേസ് വിൽ ലുക്ക് ഫോർ ദ റേറ്റിംഗ്. ഔട്ട് ഓഫ് 5 സ്റ്റാർ റേറ്റിംഗ് എത്ര കിടക്കുന്നത്, എബവ് 4 ആണെങ്കിൽ വിൽ ഓൾവേസ് ഗോ ഫോർ ദാറ്റ് അല്ലേ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആൾക്കാർ എഴുതിയിരിക്കുന്ന റിവ്യൂസ് നമ്മൾ വായിച്ച് നോക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ദാറ്റ് ഈസ് ദ കൺസ്യൂമർ മോട്ടിവേഷൻ. അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ കമ്പനീനെക്കുറിച്ച് ആൾക്കാർ ഫുള്ള് നെഗറ്റീവായിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ആ കാര്യങ്ങൾ ഇമ്പ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക. അതായത് അവരുടെ റിവ്യൂ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ ആസ്പെക്റ്റ്. ആ നെഗറ്റീവായിട്ട് വരുന്ന ആസ്പെക്റ്റ് അത് എങ്ങനെയാണ്, അത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും കൂടുതൽ
എനർജിയോടുകൂടി കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുക. മനസ്സിലായില്ലേ? സോ യു നീഡ് ടു നോ വാട്ട് ഈസ് യുവർ കൺസ്യൂമർ മോട്ടിവേഷൻ ആൻഡ് ദെൻ ഡു എ കോമ്പറ്റീറ്റീവ് അനാലിസിസ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്നും കൂടെ മനസ്സിലാക്കണം. കാരണം അവരുടെ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കൺസ്യൂമേഴ്സിനെ ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ, ഇല്ലേ? സോ ഹൂ ആർ ദ മെയിൻ ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ്? നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ നമ്മളൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. മറ്റ് ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ടാറ്റയുണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്രയുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ്? നമ്മുടെ ലെയ്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്കെ. പിന്നെ കാറിൻ്റെ യൂണിറ്റിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ബസ്, ഐ മീൻ വലിയ വാഹനങ്ങളുടെ സെഗ്മെൻ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ കാറുകളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ടോപ്പ് എൻഡിലേക്ക് പോയാൽ ഓഡി ഉണ്ട്, ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഇങ്ങനെ ഓരോ റേഞ്ച് ഉണ്ട്. അപ്പോൾ ലെറ്റ് സീ ഹൂ ആർ ദ ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ്. അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷൻ ചാനലാണെങ്കിൽ അതുപോലെ തന്നെ ന്യൂസ് ആണെങ്കിൽ 24 ന്യൂസ് ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, മീഡിയ വൺ ഉണ്ട്. മനസ്സിലായില്ലേ? സോ യു ഷുഡ് നോ ഹൂ ആർ യുവർ ഇൻഡസ്ട്രി പാർട്ടിസിപ്പൻസ് ആൻഡ് വാട്ട് ഈസ് ദെയർ മാർക്കറ്റ് ഷെയർ. ഇല്ല, അവരുടെ മാർക്കറ്റിലുള്ളവരുടെ ഷെയർ എത്രയാണ്? അതായത് ബിസിനസ്സിൽ ഔട്ട് ഓഫ് 100 ഇപ്പം നമ്മളിപ്പോൾ 4 ടെലിവിഷൻ ചാനലുകളാണ് കേരളത്തിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 ടെലിവിഷൻ ചാനലുകളിൽ ഔട്ട് ഓഫ് 100 ഹൂ ഈസ് ടേക്കിംഗ് ദ ഹ്യൂജ് മാർക്കറ്റ് ഷെയർ? ഇപ്പോൾ ഒരു മേ ബി ഒരു 24, ചിലപ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ ഒരു 35% മാർക്കറ്റ് ഷെയർ അവരുടെ കയ്യിലാണെന്ന് വിചാരിക്കുക. ബാക്കി 60% ആയിരിക്കും ഈക്വലായിട്ട് മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. സോ ഹൂ ഈസ് ഹാവിങ് ഹ്യൂജ് മാർക്കറ്റ് ഷെയർ? ഇറ്റ്സ് ഒബ്വിയസ്ലി 24 ന്യൂസ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ ഇലക്ഷൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ആരാണ് കൂടുതൽ സമയം ഇന്ന ചാനലുകൾ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏത് ചാനലാണ് കൂടുതൽ നേരം ആളുകൾ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വരത്തില്ലേ, സ്റ്റഡിയൊക്കെ വരത്തില്ലേ? ദാറ്റ് ഈസ് അഗെയിൻ ഫോർ ദ മാർക്കറ്റ് ഷെയർ. ഇറ്റ് ഷോസ് ദ മാർക്കറ്റ് ഷെയർ വാല്യൂ. And then what products or service do they sell and what is their value proposition? Which product and brands are growing more significantly and why? What are the strengths and weakness of your competitors? What strategies can you employ to build an advantage? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? You can better understand your market competitors as well as your audience, അല്ലേ? ആൻഡ് ദെൻ കൺസിഡർ യുവർ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എയർലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എയർലൈൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയായിരിക്കും? ഒബ്വിയസ്ലി ഇന്ത്യൻ റെയിൽവേ ഒരു ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്ററാണ്. അതുപോലെ തന്നെ ബസ് സർവീസ് നടത്തുന്ന കമ്പനികളിൽ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സാണ്. കാരണം രണ്ടും സർവീസ് ഒന്നാണ്, പക്ഷേ വേറെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേറെയാണ്, അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂർക്ക് പോകാൻ എൻ്റെ എയർലൈൻ കമ്പനിയാണ് നമ്മൾ 2000 രൂപ ടിക്കറ്റ് ആയിരിക്കും എയർലൈനിലിടുക. അതേസമയം ബസ്സിലാണെങ്കിലോ 800 രൂപ അല്ലെങ്കിൽ 900 രൂപയായിരിക്കും ടിക്കറ്റിൻ്റെ ചാർജ്. അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിലാണെങ്കിൽ അതിനേക്കാട്ടിലും കുറവായിരിക്കും, 250 രൂപയോ 300 രൂപയൊക്കെ ആയിരിക്കും ട്രെയിനിൽ ടിക്കറ്റ് ചാർജ്. സോ ഒബ്വിയസ്ലി ഹൗ ഡു ഐ അട്രാക്ട് മോർ കൺസ്യൂമേഴ്സ്? ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക? എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലേ? ഒത്തിരി ഈ സീസണൽ ടൈമിലൊക്കെ ഫ്ലൈറ്റ് ചാർജൊക്കെ 1000-ൽ നിന്ന് 4000, 5000 ഒക്കെ ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. അത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതേസമയം അവർ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് അവരുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടാവും, അല്ലേ? സോ ബട്ട് എഗെയിൻ ഇറ്റ്സ് ഓൾ എ മാർക്കറ്റ് സ്ട്രാറ്റജി. അപ്പം ലെറ്റ്സ് നോട്ട് ഗോ ഡീപ്പർ ഇൻ ടു ദോസ് ആസ്പെക്ട്സ്, ബട്ട് കൺസിഡർ യുവർ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എഗെയിൻ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ് ബെറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ആസ് എ കസ്റ്റമർ ടു എനി ഓർഗനൈസേഷൻ. ഹൗ ഡു യു ഇവാലുവേറ്റ് ദെയർ മാർക്കറ്റിംഗ് ഓർ ക്ലയൻറ്റ് സർവീസ് സ്ട്രാറ്റജി? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സർവീസ്, നിങ്ങൾ ഇപ്പോൾ അതൊരു പ്രോഡക്റ്റ് വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു സർവീസ് നിങ്ങൾ എടുത്തതായിരിക്കാം. അതിൽ ഹൗ സാറ്റിസ്ഫൈഡ് യു ആർ, അല്ലേ? അങ്ങനത്തെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഹൗ ഡു ഇവാലുവേറ്റ് ദെയർ മാർക്കറ്റിംഗ് ഓർ ക്ലയൻറ്റ് സർവീസ് സ്ട്രാറ്റജി. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു അസുഖമായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് തന്നെ വിചാരിക്കുക. അവർ എങ്ങനെയാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റ് സർവീസ് സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്ത് ഇന്ന് തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.